UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിനകത്ത് ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജയിക്കുമോ എന്നത് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വൻ തരംഗമൊന്നും UDFന് അനുകൂലമായിട്ടില്ല എന്ന് UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ UDFന് അനുകൂലമായ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണം കോൺഗ്രസിന് കിട്ടുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് മത്സരിച്ച മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ അത് എത്രമാത്രം എന്നത് വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് കോൺഗ്രസിൽ. അതിൽ ഒന്നാം സ്ഥാനത്ത് VD സതീശൻ തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകും. ആകാൻ അദ്ദേഹത്തിന് ക്ലെയിമുണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് UDFനെ നയിച്ച ആൾ എന്നതുകൊണ്ട് ആകണം എന്നൊക്കെയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്, പുറത്തും നടക്കുന്നുണ്ട്. പക്ഷേ UDFന്റെ ഘടകകക്ഷികൾക്ക് VD സതീശനിൽ അത്ര താല്പര്യമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം VD സതീശന്റെ നിലപാട് തന്നെയാണ്. ഒരു ഒത്തുതീർപ്പുമില്ലാത്ത നിലപാട്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് പിണറായി വിജയനേക്കാളും വലിയ ധാർഷ്ട്യക്കാരനാകും എന്നാണ്. അതുതന്നെയാണ് മുന്നണിയിലെ വിവിധ ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുക എന്ന രീതിയിലേക്ക് VD സതീശന് വരാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ തന്നെ UDFലെ ഘടകകക്ഷി നേതാക്കൾക്കും ഇതേ അഭിപ്രായമുണ്ട്. അതോടൊപ്പം കേന്ദ്ര നേതൃത്വത്തിന് അത്ര സ്വീകാര്യനല്ല VD സതീശൻ എന്നതും അദ്ദേഹത്തിന് വിനയായി മാറാൻ സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് പറയുന്നത് അതുപോലെ അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കുമോ, ഹൈക്കമാൻഡിന്റെ താല്പര്യങ്ങൾ കേരളത്തിൽ സംരക്ഷിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്ക ഹൈക്കമാൻഡിനുമുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനേക്കാളും മറ്റൊരാൾ ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ എല്ലാ ഘടകകക്ഷികളെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, അതേപോലെ വിവിധ ഗ്രൂപ്പുകൾ, വിവിധ സംഘടനകൾ, സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് സഭകൾ, ഇവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ അതായിരിക്കണം എപ്പോഴും UDFന്റെ മുഖ്യമന്ത്രി. എങ്കിൽ മാത്രമേ UDFന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എല്ലാ വിഭാഗം ആളുകളെയും അവരുടെ സംഘടനകളെയും ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നത്, അതിന് VD സതീശന് കഴിയുമോ? NSS ഒരിക്കലും VD സതീശനുമായി യോജിച്ചു പോകില്ല. SNDP ഒരിക്കലും യോജിച്ചു പോകില്ല VD സതീശനുമായി. മുസ്ലിം സമുദായ സംഘടനകളും VD സതീശനോട് യോജിച്ചു പോകാൻ സാധ്യതയില്ല, ജമാഅത്തെ ഇസ്ലാമി ഒഴികെ. ജമാഅത്തെ ഇസ്ലാമി VD സതീശനെ പിന്തുണക്കും. എന്നാൽ സമസ്ത പോലെയുള്ള സംഘടനകൾ ഒരിക്കലും VD സതീശനോടൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല. അവർക്ക് സ്വീകാര്യനായ കോൺഗ്രസ് നേതാവ് ആരാണ് എന്ന് നോക്കി മാത്രമായിരിക്കും പിന്തുണ നൽകുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ പിന്തുണയൊന്നും നൽകേണ്ട കാര്യമില്ല സർക്കാരിന് സമസ്ത പോലെയുള്ള സംഘടനകൾ. പക്ഷേ സമസ്തയെ കൂടെ നിർത്തുകയും അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ആവശ്യകതയായി മാറും. കോൺഗ്രസിൻ്റെ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയായി മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ അത് മുസ്ലിം ലീഗിലൂടെ ഒരു പരിധിവരെ കഴിയും. എന്നിരുന്നാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെയും കേൾക്കാൻ തയ്യാറാകുമോ VD സതീശൻ എന്ന ആശങ്ക അവർക്കുണ്ട്. ഇതെല്ലാം പരിഹരിച്ച്, ഇതെല്ലാം മാറ്റി നിർത്തി VD സതീശന് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേപോലെ തന്നെ KC വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ ഇറങ്ങി വരും എന്ന ചർച്ചകൾ ഒരു നടക്കുന്നുണ്ട്. MLA ആകാതെ മുഖ്യമന്ത്രിയാകുന്ന ചരിത്രം കോൺഗ്രസിലുണ്ട്, CPM-ലുമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് 6 മാസത്തിനകം മത്സരിച്ച് വിജയിച്ചാൽ മതി. അതിന് അനുയോജ്യമായ സീറ്റ് കണ്ടെത്തണം എന്നത് മാത്രമേ ഉള്ളൂ. KC വേണുഗോപാലിനോടായിരിക്കും ഹൈക്കമാൻഡിന് കൂടുതൽ താല്പര്യം. പക്ഷേ KC വേണുഗോപാൽ ഇറങ്ങി വരുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കും എന്ന് മാത്രമല്ല, MP-മാർ എല്ലാവരും കലാപത്തിലിറങ്ങുകയും ചെയ്യും. എല്ലാവർക്കും മത്സരിക്കണം നിയമസഭയിലേക്ക് എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിന് തടയിട്ട ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധത്തിനുമൊക്കെ ഇടയാക്കും. അതുകൊണ്ട് അത്ര പെട്ടെന്ന് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് വരാൻ സാധ്യതയില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള വ്യക്തികൾ, MLA-മാരെ, ജയിക്കാൻ സാധ്യതയുള്ള MLA-മാരെ ബന്ധപ്പെടുകയും അവരുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസ് നന്നായി പാടുപെടും
എന്ന കാര്യത്തിൽ സംശയമില്ല. വി.ഡി. സതീശന് തന്നെയാണ് ഒന്നാമത്തെ ക്ലെയിം എങ്കിലും UDF-ലെ ഘടകകക്ഷികൾ, വിവിധ സാമുദായിക സംഘടനകൾ, എന്തിനേറെ പറയുന്നു ഹൈക്കമാൻഡ് പോലും വി.ഡി. സതീശനോടൊപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്.